morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Let us start the class. Let us start. Yes, ma'am. How is going there? All are fine there? Yes, ma'am. Good morning, ma'am. Good morning. സുഖമായിട്ടിരിക്കണോ എല്ലാവരും? Yes, ma'am. സുഖമാണോ എല്ലാവർക്കും? Yes, ma'am. എന്താണ് ആരും ഒന്നും മിണ്ടാത്ത ഈ കുട്ടികളൊക്കെ ഒന്ന് ഞാൻ നല്ല വടിയെടുക്കണ്ടല്ലോ ഞാൻ. ഒരാള് മിണ്ടുന്നുണ്ട് മാം. ഒരാളുണ്ട്. ആ ഒരാൾക്ക് ഞാൻ അടി കൊടുക്കൂല കേട്ടോ. ബാക്കി എല്ലാവർക്കും കിട്ടും എന്റെ അടുത്തുനിന്ന്. എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ, ഒന്ന് ഉഷാറായേ. എല്ലാവരും ഒന്ന് കാണട്ടെ ഞാൻ. എൽമാൻ ദോസേ ഞാൻ ഒന്ന് കാണട്ടെ. എൽമ, വീഡിയോ. ഓക്കെ മാം, 1 minute. ഞാൻ ഇതുവരെയായിട്ട് ക്യാമറ ഓൺ ആക്കാത്തോണ്ട് സെറ്റിംഗ്സിൽ പോണം. സെറ്റിംഗ്സിലൊക്കെ പോണോ അല്ലേ? അതെ, ഇത്ര ബുദ്ധിമുട്ടാണല്ലേ? അതിന് കുഴപ്പമില്ല, വേണമെങ്കിൽ ചെയ്യാം. അപ്പോഴേക്കും ചെയ്തു ഞാൻ എടുത്തല. പ്രിയ പോൾ കേൾക്കുന്നുണ്ടോ? ആ, കണ്ടു. കേൾക്കട്ടെ, സന്തോഷം. നിങ്ങളിങ്ങനെ ഇതിന്റെ വല്ല ബാക്കിലാണല്ലോ. എനിക്ക് നിങ്ങളെ കാണാമല്ലേ? ഓരോരുത്തരൊന്ന് കാണണ്ടേ? പറ്റുന്നവർക്ക്, പോസിബിൾ ആയിട്ടുള്ളവർക്ക് ഒന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിനൊരു എനർജി കിട്ടും. പറ്റുന്നവർക്കൊക്കെ ചെയ്യാം കേട്ടോ. അനീന ഷാജിനെ കണ്ടു. രാഖി മാം, ഞാൻ ഓഫീസിൽ ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. അത് ശരി, ഓക്കെ. എവിടെ ഓഫീസ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുക. അത് ശരി. എന്താ പൊസിഷൻ? ഇവിടെ കാഷ്യറാ. അത് ശരി, അവിടുത്തെ കാഷ്യർ ആണല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തൊരു ഇതാണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ ക്ലാസ്സിന് അതുകൊണ്ട് കറക്റ്റ് കേറത്തില്ല. ഞാൻ പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുന്നത്. അത് ശരി, ഇന്നത്തെ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയോണ്ടാ കയറിയ. അത് ശരി, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ രാഖി ശരത്തെ എവിടെ? കണ്ടു, രാഖിയെ കണ്ടു. സന്തോഷായി രാഖി. ആ തിരിച്ച മുഖമൊക്കെ കണ്ടപ്പോ എനിക്കും ഒരു എനർജി, എനിക്ക് നിങ്ങളെ കാണുമ്പോ കേട്ടോ. ഇനി അടുത്ത ആള് വേഗം ആവട്ടെ, ഓരോരുത്തരെ കാണണോ. അടുത്തൊരു അല്ലേ സ്മൈൽ പേഴ്സണെ കണ്ടു അല്ലെ, ലാഫിംഗ് പേഴ്സൺ. ആരാ? സന്ധ്യ
അല്ലെ? ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴെന്ന് സന്ധ്യ പറയൂ, അവര് പറയൂ, ഇവര് പറയൂ എന്നൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ എന്താണ്, നിങ്ങളെ കാണുന്നില്ല അല്ലെ? നിങ്ങളുടെ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കണുള്ളൂ അല്ലെ? പറ്റുന്നവർ പോസിബിൾ ആയിട്ടുള്ളവർ എന്ത് ചെയ്യാം, വീഡിയോസ് ഓൺ ചെയ്ത് ഇരിക്കുക. അപ്പൊ നിങ്ങളെ കാണുമ്പോ എനിക്ക് ഒരു ലൈവ് ക്ലാസ് പോലെ അല്ലെ, നമ്മൾ ഓഫ്ലൈനിലുള്ള ഒരു ആ ഒരു ഇംപ്രഷൻ എനിക്ക് കിട്ടും. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ ക്ലാസ്സിലിരിക്കാൻ? യെസ് മാം. യെസ് മാം. യെസ് മാം, റെഡിയാണ്. യെസ് മാം. യെസ് മാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തിനെ കുറിച്ചാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഡിഫൈനിങ് നോൺ ഡിഫൈനിങ്. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. അതിലെ ക്ലോസ് എന്താന്ന് പഠിച്ചില്ലേ നമ്മള്? What is clause? Group of words containing a subject a and group verb of which is words from sentence to part of sentence. ഒരു സെന്റൻസിലെ ഒരു സബ്ജക്റ്റോ വെർബോ ഉണ്ടായിരിക്കും അല്ലെ? ഈ സബ്ജക്റ്റും വെർബും വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത് അല്ലെ? അല്ല എങ്കിൽ ഇറ്റ് ഇസ് ആസ് എ പാർട്ട് ഓഫ് സെന്റൻസ് അല്ലെ? ഇത് സബ്ജക്റ്റ് ആൻഡ് വെർബ് ആസ് എ പാർട്ട് ഓഫ് എ സെന്റൻസ് അല്ലെ? ഒരു വേറൊരു തരത്തിൽ പറഞ്ഞാൽ അത് എന്തിന്റെ ഭാഗമാണ്? ഒരു സെന്റൻസിന്റെ ഭാഗമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ഉദാഹരണം ഒക്കെ പറഞ്ഞു അല്ലെ? ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ തന്നിരുന്നു. ആ എക്സാമ്പിൾസ് എന്താണ് ആ എക്സാമ്പിൾസിലെ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? മീനിങ് ആയിരിക്കും അല്ലെ? ഫസ്റ്റ് ക്ലോസ് എപ്പോഴും എന്തായിരിക്കുള്ളൂ? മീനിങ് ആയിരിക്കും. അതുകൊണ്ട് ആ ക്ലോസിനെ എന്തെന്ന് നമ്മൾ വിളിച്ചു? ഡിഫൈനിങ് ക്ലോസ്. ഇൻഡിപെൻഡന്റ് ക്ലോസ്. ക്ലോസ് എന്നാണോ നമ്മൾ വിളിച്ചത്? മെയിൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ക്ലോസ് അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് നിൽക്കാൻ പറ്റും അല്ലെ? ആരുടെയും സഹായം വേണ്ട, സെക്കൻഡ് ക്ലോസിന്റെ സഹായം വേണ്ട അല്ലെ? സെക്കൻഡ് ക്ലോസിന് ആരുടെ സഹായം വേണം? ഫസ്റ്റ് ക്ലോസിന്റെ ഹെൽപ്പ് വേണം അല്ലെ? ചിലരുണ്ടല്ലേ, ചിലര് ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അല്ലെ? കണ്ടിട്ടില്ലേ? ചിലര് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അല്ലെ? അവർക്ക് സ്വയം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു എന്താണ്, അവരുണ്ടെങ്കിൽ മാത്രമാണ് മറ്റവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന രീതിയിലായിരിക്കുള്ളൂ. ചിലരുണ്ടാവും നമ്മുടെ എന്താണ്, ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലരൊക്കെ ഉണ്ടാവും അല്ലെ? ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരാൾക്ക് കഴിയാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് ഫസ്റ്റ് പേഴ്സണ് എന്തിന് സാധിക്കും? അയാൾക്ക് ആരുടെയും ഡിപ്പെൻഡൻസ് വേണ്ട അല്ലെ? ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട അല്ലെ? പക്ഷെ ഈ സെക്കൻഡ് ആയിട്ടുള്ള ആൾക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഒരു ഈ സെന്റൻസ് സെക്കൻഡ് ക്ലോസിന് മീനിങ് ആകണമെങ്കിൽ ആരെ വേണം? സെക്കൻഡ് ക്ലോസ് മീനിങ് ആകണമെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? ഫസ്റ്റ് ക്ലോസിന്റെ. ഫസ്റ്റ് ക്ലോസിന്റെ ഹെൽപ്പ് വേണം. അല്ലാതെ സെക്കൻഡ് ക്ലോസ് ഒരിക്കലും മീനിങ് ആകില്ല. അപ്പോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലോസിനെ എന്ത് വിളിക്കുന്നു? ഇൻഡിപെൻഡന്റ് ക്ലോസ് വിളിക്കുന്നു. സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്ന ക്ലോസ് ആണ് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കുന്നു അല്ലെ? ഹെഡ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഹെഡ് ഓഫ് ദാറ്റ് സെന്റൻസ് അല്ലെ? ആ സെന്റൻസിന്റെ ഹെഡ് ആണ് അല്ലെ? ദാറ്റ്സ് എ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെ? ആൻഡ് മെയിൻ ക്ലോസ് അല്ലെ? മെയിൻ ആയിട്ടുള്ള ക്ലോസ് ആണ് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് ക്ലോസ് ഫസ്റ്റ് ക്ലോസിനെ ആശ്രയിക്കുന്നത് കൊണ്ട് എന്ത് ക്ലോസ് എന്ന് പറയാം? ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റോ? ആ ഇൻഡിപെൻഡന്റ് അല്ലെ? എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ? അതിനെ ആശ്രയിച്ച് കഴിയുന്ന ക്ലോസ് ആണ്. അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ക്ലോസ് ആണ്. അത് സബോർഡിനേറ്റ് ആണ്. സബോർഡിനേറ്റഡ് ക്ലോസ് ആണ്. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആയല്ലോ? സംശയമുണ്ടോ? ഒന്നോടെ പറഞ്ഞു തരൂ മാം, ശരിക്കും ക്ലിയർ ആയില്ല. പറയാം. ഇപ്പോ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, ഞാൻ നേരത്തെ ഉദാഹരണം സേ ദേ സാറ്റ് അണ്ടർ
a tree. They sat under a tree after they had walked a very long distance. അല്ലേ? They sat under a tree. അല്ലേ? അവർ എവിടെ ഇരുന്നു എന്നാ പറയുന്നത്? മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. അല്ലെ? മരത്തിന്റെ ചുവട്ടിലിരുന്നു. എപ്പോഴാണ് ഇരുന്നത്? After they had walked Very long distance. അല്ലെ? ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്തത്? മരത്തിന്റെ ചുവട്ടിലിരുന്നത്. അല്ലെ? അപ്പോ ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്ലോസ് എന്നും സെക്കൻഡ് ക്ലോസ് എന്നും തരംതിരിക്കാം. ഈ എന്താണ്? They sat under a tree എന്ന് പറയുന്നത് വരെ എന്താണ്? അത് ഫസ്റ്റ് ക്ലോസ് ആണ്. അതിനുശേഷം ആഫ്റ്റർ ദേ ഹാവ് വാക്ക്ഡ് എ വെരി ലോങ് ഡിസ്റ്റൻസ് എന്നത് എന്താണ്? ചില പ്രിപ്പോസിഷൻസിന് ശേഷമോ റിലേറ്റീവ് ക്ലോസിനൊക്കെ ശേഷമോ വരുന്നത്. പിന്നെ അതിന്റെ കൂടെ വരുന്നതെല്ലാം സെക്കൻഡ് ക്ലോസ് ആയിരിക്കുള്ളൂ. ചിലപ്പോ വെല്ലൊക്കെ വരും. അപ്പോ അവിടെ മുതൽ എന്ത് തുടങ്ങണം? നിങ്ങള് എന്ത് ചെയ്യണം? ആ സെന്റൻസിനെ കട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ക്ലോസ് എന്താണ്? എന്തിനു മുന്നിൽ കിടക്കുന്ന? റിലേറ്റീവ് ക്ലോസിന് മുന്നിലോ പ്രിപ്പോസിഷൻസിന് മുന്നിലോ ഒക്കെ കിടക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷമുള്ളതായിരിക്കുള്ളൂ സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോ they sat under a tree എന്നുള്ളത് ഫസ്റ്റ് ക്ലോസും ആഫ്റ്റർ they had walked a very long distance എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലോസുമാണ്. ഇത്രയും മനസ്സിലായോ? Yes, ma'am. അപ്പോ ചില എന്താണ് കൺജങ്ഷൻസിനോ പ്രിപ്പോസിഷൻസിനോ റിലേറ്റീവ് പ്രോനൗൺസിനോ ഒക്കെ ശേഷമുള്ളത് സെക്കൻഡ് ക്ലോസ് ആയിരിക്കുള്ളൂ കേട്ടോ. അതിന് മുന്നേ വരുള്ളത് ഫസ്റ്റ് ക്ലോസ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതിനെ എന്താണ് തിരിക്കാൻ പറ്റുന്നത്. എന്താണ്? We cannot distinguish these first clause and second clause. അങ്ങനെ അതിനുശേഷം നമ്മള് ഈ പറയുന്നതില് നമ്മള് ഫസ്റ്റ് ക്ലോസ് മാത്രം നമ്മൾ എടുക്കുകയാണ്. സെക്കൻഡ് ക്ലോസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് ക്ലോസ് മാത്രം എടുത്തിട്ട് ഈ ഫസ്റ്റ് ക്ലോസ് മാത്രം എടുക്കുകയാണ്. ഈ ഫസ്റ്റ് ക്ലോസിന്റെ മീനിങ് എന്താ? They sat under a tree. അല്ലെ? അവരെന്ത് ചെയ്തു? മരത്തിന് ചുവട്ടിൽ ഇരുന്നു. അല്ലെ? മരത്തിന് ചുവട്ടിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അവരെവിടെ ഇരുന്നു? Where did they sit? Under a tree. അല്ലെ? ആൻസർ എന്ത് കിട്ടും? They sit. They sat under a tree. Under a tree. അല്ലേ? അപ്പോ ആ സെന്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ മീനിങ് സെന്റൻസ് അല്ലെ? അത് എന്താണ്? അതിന് മീനിങ് സെന്റൻസ് അല്ലേ? അപ്പൊ അതിൽ വേറൊന്നും ചോദിക്കാനില്ല. അവരെവിടെ ഇരുന്നു എന്ന് പറയുന്നതിന് നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞു. They sat under a tree എന്നുള്ളത് ആൻസർ കിട്ടിക്കഴിഞ്ഞു. Because that sentence is a meaningful അല്ലെ? That first clause is meaningful അല്ലെ? ഫസ്റ്റ് ക്ലോസ് മീനിങ്ഫുൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് എഴുതുകയാണ്. ആഫ്റ്റർ they had walked a very long distance. അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ആഫ്റ്റർ they had walked a very long distance. ഒത്തിരി ദൂരം സഞ്ചരിച്ചതിന് ശേഷം, നടന്നതിന് ശേഷം. അല്ല, നടന്നതിന് ശേഷം അല്ലേ? അല്ലേ? നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്താണ്? വാട്ട് ഹാപ്പൻ അല്ലേ? എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ഇറ്റ് വാട്ട് ഹാപ്പൻ അല്ലേ? അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവിടെ ആൻസറിൽ ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ മനസ്സിലുണ്ട് ബാക്കി എന്താ സംഭവിച്ചത് അല്ലെ? ആ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവിടെ നമ്മൾക്ക് കിട്ടേണ്ട ഒരു ആൻസർ
നമുക്ക് സെക്കൻഡ് ക്ലോസിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പോ അങ്ങനെ ഒരു ആൻസർ കിട്ടണമെങ്കിൽ ആര് കൂടെ വേണം? They sat under a tree എന്നുള്ളത് വേണം അല്ലെ. They sat under a tree എന്നുള്ളതും കൂടി ചേരുമ്പോൾ മാത്രമാണ് സെക്കൻഡ് ക്ലോസ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? Have you any doubt? No, ma'am. No, അല്ലെ. No They doubt, sat under No, a ma'am. tree അല്ലെ. After that, what happened there? That's happened there. They sat under a tree അല്ലെ. അവര് മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു എന്നുള്ള ഒരു ആൻസർ കിട്ടി അല്ലെ. അപ്പോ സെക്കൻഡ് ക്ലോസ് മീനിങ് ഫുൾ ആകണമെങ്കിൽ ആരുടെ സഹായം വേണം? ഫസ്റ്റ് ക്ലോസിന്റെ സഹായം വേണം അല്ലെ. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലോസിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ക്ലോസ്, Independent clause. പ്രിൻസിപ്പൽ ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും വിളിക്കുന്നത്. Don't you understand? Don't you understand? Yes, ma'am. Yes, ma'am. And the second clause എന്താണ്? ആര് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഫസ്റ്റ് ക്ലോസിനെ. So the second clause is known as dependent clause or subordinate clause. Okay. അപ്പോൾ സെക്കൻഡ് ക്ലോസിനെ നമുക്ക് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നോ സബോർഡിനേറ്റ് ക്ലോസ് എന്നോ നമ്മൾക്ക് വിളിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ. ഇനി ഞാൻ ഇതിൽ എഴുതുമ്പോ ഒരാള് പറയണം കേട്ടോ, ഫസ്റ്റ് ക്ലോസ് ഏതാണ് സെക്കൻഡ് ക്ലോസ് ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ വിളിക്കാം കേട്ടോ, ഒരാളെ വിളിക്കാം. അയാളൊന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ലയ, 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 ലയ വേഗം ഓടിവാ. ലയ എവിടെയാണ്? ലയില്ല, മിണ്ടാതിരിക്കുകയാണോ? എന്താ പേര്? മെറീബാന്നോ? മെറീബ ജെയിംസോ? ഇതാരാണ്? മെറീബ ജെയിംസ്. ഇല്ലേ, ആരും ഇല്ലേ? എല്ലാവരും ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വെള്ളോട്ട് പോയിരിക്കുകയാണോ? കഴിഞ്ഞ ക്ലാസ് ഉണ്ടോ? പറയട്ടെ മാം. ആ, എന്താ പേര്? ജുബൈറ ജലാലുദ്ദീന. ജുബൈരിയ അല്ലെ? ആ പറഞ്ഞോ ജുബൈരിയ. Sumi wanted to give me a gift. അത് ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നു കേട്ടോ. ഫസ്റ്റ് കോട്ട്. ഫസ്റ്റ് കോട്ട്. ബിഫോർ ഐ ലെഫ്റ്റ് ഫ്രം ലണ്ടൻ. അത് സെക്കൻഡ് കോട്ട്. സെക്കൻഡ് ക്ലോസ്. ക്ലോസ് കേട്ടോ. എന്താണ്? ക്ലോസ്. സെക്കൻഡ് ക്ലോസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്ലോസ് ഏതാണ്, സെക്കൻഡ് ക്ലോസ് ഏതാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ജുബൈറ, ഞാൻ ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ജുബൈറിയ, ഫസ്റ്റ് ക്ലോസിന് എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഞാനിപ്പോ ക്ലാസ് എടുത്ത് തന്നതല്ലേ. എവിടെയായിരുന്നു? സപ്പോർട്ടിങ്. അല്ല 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 അല്ല, ഡിപ്പെൻഡിങ് അല്ലേ മാം? ഒന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. ഒരു Main clause അല്ലെങ്കിൽ principal clause. സെക്കൻഡ് ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ്. ഒരാള് പറഞ്ഞു കൊടുക്കും, ഒരാള് മാത്രം. ഇപ്പൊ രാജി, രാജി, രാജി,
യെസ് മാം. ഒന്ന് പറഞ്ഞു കൊടുത്തേ രാജി, ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തേ. പോയോ? ഫസ്റ്റ് പറയുന്നത് ഇൻഡിപെൻഡ് ഫസ്റ്റ് ക്ലോസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻഡിപെൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ? വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഫസ്റ്റ് ക്ലോസിന് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഓക്കെ, സമ്മതിച്ചു. ഇനി വേറെ എന്തെങ്കിലും ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് പറഞ്ഞാ മതി. ജിത ശ്രീജിത്തെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. Main clause, ma'am. Main clause. ജിത Independent clause and main clause. മെയിൻ ക്ലോസ്. പിന്നെ വേറൊരെണ്ണം കൂടി പറയുമായിരുന്നല്ലോ പ്രിയ. Principal independent clause. Principal clause. പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് കേട്ടോ. ഇനി മനസ്സിലായോ? മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്ലോസിനെ നമ്മൾ എന്ത് വിളിക്കാം? സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ്. പിന്നെ ഡിപെൻഡന്റ് ക്ലോസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഒരു എക്സാമ്പിളോട് തരുമോ? ഒന്നോട് ഒന്ന് ക്ലിയർ, ഒരു കുറച്ച് എക്സാമ്പിളോട് തരുവാണെങ്കിലേ ഒന്നോട് ഒന്ന് ക്ലിയർ ആവുമായിരുന്നു. ഒന്നുകൂടി ക്ലിയർ ആവുന്നു അല്ലേ? ഇങ്ങനെ തരാം കേട്ടോ. റിലേറ്റീവ് ക്ലോസിന്റെ ഒരു എക്സാമ്പിൾസ് ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒന്ന് സെർച്ച് ചെയ്യണം. ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഇത് നിങ്ങൾ ആൻസർ ചെയ്താണോ ഇത് എല്ലാവരും? ഇല്ല മാം. ചെയ്തിട്ടില്ല അല്ലേ? അതിനൊന്ന് ചെയ്ത് നോക്കി എല്ലാവരും. 1, 2 ഞാനിപ്പോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ മിണ്ടാതെ അവിടെ ഇരുന്ന് എല്ലാവരും എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ എഴുതുക. എന്നിട്ട് ഒരാളെ കൊണ്ട് ഞാൻ പറയിക്കും, എന്നിട്ട് അവരവരെ ചെക്ക് ചെയ്യുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ എന്നോടൊന്ന് പറയുക. ഓക്കെ? റിലേറ്റീവ് ക്ലോസിന്റെ ഇതിൽ തന്നെ വരണം കേട്ടോ. അപ്പൊ 1, 2 കഴിഞ്ഞാൽ എന്നോട് പറയണം. ബാക്കി എനിക്ക് തരാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് ആൻസർ ചെയ്താൽ മതി എല്ലാവരും. മൂന്നാമത്തെ തരട്ടെ? 3 തരട്ടെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് തരട്ടെ? കഴിഞ്ഞെങ്കില് പറയുക. കഴിഞ്ഞില്ല മാം. ആരും ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയെടുക്കണ്ട കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുകയാണോ അവിടെ ഇരുന്ന്? ആൻസർ മാത്രം ചെയ്താൽ മതി. ആൻസർ മാത്രം മതി കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യാനാ ഞാൻ പറഞ്ഞോളൂ കേട്ടോ.
Finish, ma'am. എല്ലാവരും ആൻസർ മാത്രം. കഴിഞ്ഞു മാം. ഫിനിഷ് മാം. ഇത് ഞാൻ തന്നോളാം. ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ ഇട്ടോളാം. നിങ്ങളിപ്പോ ആൻസർ മാത്രം എഴുതിയാ മതി കേട്ടോ. 2 ആൻസർ ചെയ്ത് കഴിഞ്ഞു. 2ന്റെ ഫസ്റ്റും സെക്കൻഡും ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണം. കഴിഞ്ഞു. ഇനി കഴിഞ്ഞു. ഇനി 3ഉം 4ഉം ചെയ്തോളൂ. വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ മാത്രം എഴുതുക. ഇതൊക്കെ PSCക്ക് ചോദിച്ചേക്കണേ കേട്ടോ. ഓക്കെ, 3ഉം 4ഉം കഴിഞ്ഞോ? യെസ് മാം. ആക്കിക്കോട്ടെ. ആൻസർ മാത്രം എഴുതണല്ലോ ഉള്ളൂ. മിസ് ആറാമത്തെ കാണിക്കോ? ആറാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ലേ? 6 കഴിഞ്ഞോ? സിക്സ് ചോദിച്ച ആളുടെ കഴിഞ്ഞോ? ഓക്കെ, 8 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? 7, 8 കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.
കഴിഞ്ഞു അല്ലെ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടോ? കാണണമെന്നുണ്ടോ? ലാസ്റ്റ് വൺ ചെയ്തോണ്ടിരിക്കുക മാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വെക്കട്ടെ. ഇതൊന്ന് ലാസ്റ്റ് ഒന്ന് കഴിയട്ടെ കേട്ടോ. ലാസ്റ്റ് ചെയ്യുന്ന ആളുടെ ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞോ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്ത ആള്? കഴിഞ്ഞു. പറയണം കേട്ടോ. കേട്ടോ. ശരിയാണല്ലോ അല്ലേ? മൂന്നാമത്തെ. ലിവ്സിന് സിറ്റിന്നാണ് കേട്ടോ. ഡിഫറെന്റ് അടിച്ചപ്പോ കേറി പോയതാണ് കേട്ടോ. ഡിഫറെന്റ് ഇല്ല ശരിക്കും കേട്ടോ. ഐ വിസിറ്റഡ് മയങ്ക് ഡാഷ് ലിവ്സ് ഇൻ എ സിറ്റി എന്നാണ്. ഡിഫറെന്റ് എന്ന് അതിൽ വന്നു പോയതാണ് കേട്ടോ. മാം അഞ്ചാമത്തെ ഒന്ന് കാണിക്കൂ. ഓക്കെ. മൂന്നാമത്തെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഒൻപതും പത്തും ഒന്ന് കാണിക്കോ മാം? അഞ്ചാമത്തെ കഴിഞ്ഞോ? 5 ചോദിച്ച ആളുടെ കഴിഞ്ഞോ? കഴിഞ്ഞു മാം, കഴിഞ്ഞു. എട്ടാമത്തെ ഒന്ന് കാണിച്ചു മിസ്സേ. ഏത്? 8ഓ? കാണിക്കാം. 9ഉം 10ഉം കഴിഞ്ഞോ? ഇല്ല ഒരു മിനിറ്റ്. 9, 10 കഴിയട്ടെ കേട്ടോ. എന്നിട്ട് 8ആമത്തെ കാണിക്കാം കേട്ടോ. കഴിഞ്ഞു. 8അല്ലേ? 8അല്ലേ ചോദിച്ചേ? മിസ്സേ. ഓക്കെ മിസ്സേ. ഓക്കെ. പിന്നെ നമുക്ക് ആൻസറിലോട്ട് പോവാം കേട്ടോ. എല്ലാവരും അവരവരുടെ പേപ്പറിൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാവരുടെയും മാർക്കുകളൊന്നും മെസ്സേജ് ഇടുക കേട്ടോ. ഫസ്റ്റ്, the people dash names are on the list will stay here. എന്തെഴുതണം? ഹൂസ് അല്ലേ മാം? ഹൂസ്. ഇനി അപ്പൊ ഒരു മാർക്ക് അവിടെ ഇട്ട് വെക്കാം കേട്ടോ. ശരിയാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾ അവിടെ ഇടുക. ഓക്കെ മാം. Reason that there are no penguins at the North Pole. Where അല്ലേ മാം? Reason അല്ലേ? Why? Why ഒരു മാർക്ക് ഇടുക.
വൈകിട്ട് ഒരു മാർക്ക് ഇടാം കേട്ടോ. തേർഡ്, I visited my uncle dash live in a city. Who? കേട്ടോ, വീട്ടുകാരൊക്കെ ഒരു മാർക്ക് ഇടൂ. അടുത്തത്, my grandfather remember the time there was no television. Remember the time, അല്ലേ? When? When എഴുതിയവരൊക്കെ മാർക്ക് ഇടും കേട്ടോ. Okay, ma'am. The cookies dash you baked are really delicious. The cookies you baked, അല്ലേ? You baked are delicious. അടുത്തത്, the bad weather is the reason dash I was late for the class. Reason ആണ്, അല്ലേ? Why? എന്താ? കേൾക്കാൻ പറ്റണില്ല. മാം വൈ അല്ലേ? വൈ വൈ ആണ്, റീസൺ ആയതുകൊണ്ട് വൈ കേട്ടോ. റീസൺ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മള് വൈ ചേർക്കാം. ടൈം ആണെങ്കിൽ ചേർക്കാം. ടൈം ആണെങ്കിൽ വെൻ ചേർക്കണം കേട്ടോ. ചേർക്കണം. ഇപ്പൊ ഇവിടെ വൈ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, സെവൻത്, ഡാഷ് ഈസ് ഇമ്പോർട്ടന്റ്. എന്താണ് മുന്നേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെയോ? അഞ്ചാമത്തെ ബാഡ് വെതർ അല്ലേ? 5 കുക്കീസ് ആണ്. മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയും മിസ്സേ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഒന്നും The bad കേൾക്കുന്നില്ല. weather is the reason. 6th question. The bad weather is the reason dash I was late for class yesterday. Answer is why. Why? എല്ലാരും മ്യൂട്ട് ചെയ്തോക്കണം കേട്ടോ. Food dash is imported from other countries is expensive. That. Food that. അതെ, ആൻസർ 7th ആൻസർ ദാറ്റ്. സ്റ്റുഡൻസ് ദാറ്റ് സ്റ്റഡി ഹാർഡ് ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ്. Who? Students study hard get good grades. അടുത്തത്, Sam knows a man dash brother works for the president. Whose? Sam president. brother whose അല്ല, അതല്ലേ whose? Whose ആണോ? Whom അല്ലേ മാം? Whom അല്ലേ? ആരുടെ? Sam Whom? whom brother വരുമോ? ഹൂമാണ് ഹൂസാണ് ഹൂസല്ലേ? അല്ലല്ല, whom വരില്ല. whose brother കേട്ടോ. ബ്രദർ അല്ലേ? whose ആണ് കറക്റ്റ് ആൻസർ. whose ആൻസർ കേൾക്കുന്നില്ലേ സുനീറ? എല്ലാവരും കൂടി സംസാരിക്കുന്നോട് കേൾക്കുന്നില്ല. എല്ലാവരും സംസാരിക്കുന്നോട് കേൾക്കുന്നില്ല അല്ലേ? whose ഞാൻ ഒന്നുകൂടി എന്നാ ടൈപ്പ് ചെയ്തിടാം, മതിയോ? അത് മതി. ഓക്കെ മാം. I know great little restaurant. Where? എന്താണ്? വേറല്ലേ? വേറെ വേറെ ആൻസർ വേറെ. ഓക്കെ, മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ സാം നോസ് എ മാൻ ആ ഒരു എക്സാമ്പിള് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് മിസ് ഹൂമ പറഞ്ഞേ. അപ്പൊ ഞങ്ങള് ഹൂസ് ആൻസർ ചെയ്തു. അപ്പൊ മിസ് ഞാനേ എനിക്ക് പെട്ടെന്ന് ഹൂമാണോ ഞാൻ തിരുത്തണമെന്ന് വിചാരിച്ചാണ്. പിന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ അത് വിട്ടുപോയട്ടോ. സോറി കേട്ടോ. ഓക്കെ മാം. അത് വന്നപ്പോ ഞാനൊന്ന് ഞാനൊന്ന് തിരുത്തി തന്നോന്ന് വിചാരിച്ചതായിരുന്നു. ഹൂസ് നാളെന്ന് തിരുത്തി തന്നോന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു. അത്ര നെക്സ്റ്റ് ക്ലാസ്സിലും കേറട്ടെ.
ഞാൻ പിന്നീടാണ് അയ്യോ അതല്ലല്ലോ ആൻസർ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. ഓക്കെ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നോട്. എനിക്കിവിടെ എട്ടാമത്തെ ആൻസർ എന്ന് പറയുമോ? എട്ടാമത്തെ ആൻസർ ഹൂ ഹൂ. ഹൂ. എട്ടാമത്തെ ആൻസർ ഹൂ കേട്ടോ. മൂന്നാമത്തെയോ? I visited my uncle who lives in a different in a city. Okay, yeah. ഞാൻ ഇതിന്റെ ആൻസർ എല്ലാം കൂടി ഒന്ന് അയക്കട്ടെ? അയക്കണോ? ആൻസർ അയക്കണോ? വേണം മാം, വേണം. വേണം. ഓക്കെ, ചെക്ക് ചെയ്തോളൂ കേട്ടോ. ആൻസർ വന്നോ? ഓക്കെ മാം. അപ്പോ രാജിക്ക് 7, മാളൂട്ടി 6, ലയ 6, അഞ്ജലി മോഹൻ എത്രയാ മാർക്ക്? 9 ആണ് മാം. ആ ആണല്ലേ? നയൻത്ത് ക്വസ്റ്റ്യൻ ആ കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ട് ആര്യ 10. പിന്നെ പ്രിയ 7, പ്രിയ 7, ദിന 6, ഒരുപാട് പേർക്ക് 10 കിട്ടിയവരുണ്ട് അല്ലെ. 5, 7, 10, 8, 6, 7, 9, 10. രതീഷ് 7. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ നമ്മുടെ ഇതില് അല്ലെ. നല്ല യൂസ്ഫുൾ ആണ് മാം, ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അല്ലെ.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. അങ്ങനെ ഇതിനു നമുക്ക് മുമ്പ് എല്ലാവരും ഇൻവോൾവ് ആയിക്കോളും മിസ്. അപ്പൊ ക്ലാസ്സിൽ മിസ്സിന് ഒരു ഇത് കിട്ടിക്കോളും. ആ ഒരു മിസ്സിങ് ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും ഇപ്പൊ അവിടെ നല്ല ഇൻവോൾവ് ആയിക്കോളും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓരോ പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് നമുക്ക് തന്നെ ചെയ്തു നോക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, സ്വയം ഒന്ന് വാലുവേറ്റ് ചെയ്യാൻ നല്ലതാ ഇങ്ങനെ എടുക്കും. ഒരു വാല്യൂഷൻ നല്ലതാണ് അല്ലെ? ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ എടുക്കണമെങ്കിൽ വല്ല സ്പീഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും മനസ്സിലായികയുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എക്സ്ക്യൂസ് മീ മാം, കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾസ് ഇപ്പൊ 1-2 ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിലും കൂടുതൽ ഇങ്ങനെ എല്ലാരെ കൊണ്ടും ചെയ്യിക്കുവാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെ നമുക്ക് ചെയ്യിക്കാം കേട്ടോ ഉമ്മ. ഓക്കെ മാം, താങ്ക് യു. ഞാനൊരു ക്ലാസ് എടുത്ത് പോകുമ്പോൾ ചിലപ്പോ കുറെ എക്സാമ്പിൾസ്, ചിലപ്പോ അങ്ങനെ ഒരു കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ചിലർക്ക് അത് ബോറിംഗ് എന്ന രീതിയിലേക്ക് വരാറുണ്ട്. ഒന്നാമത്തെ ഇംഗ്ലീഷ് ക്ലാസ് ആണ് അല്ലെ? ഇംഗ്ലീഷ് ആവുമ്പോൾ കുറെ പറയുമ്പോൾ കുറെ എക്സാമ്പിൾസ് വരുമ്പോ അതൊരു ഇതാവാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും എങ്ങനെയാ തോന്നാറ്? കുറെ എക്സാമ്പിൾസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ 2-3 ഒതുക്കാനുള്ള പ്രധാന കാരണം അതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇട്ടാലും മതി മാം. ക്ലാസ് കഴിഞ്ഞിട്ട് അത് ക്ലാസ് ഇട്ടാലും മതി. മോക്ക് ടെസ്റ്റ് ആയിട്ട് മതി. അത് മതി. ക്വസ്റ്റ്യൻ മോഡലായിട്ട് മതി. ഓക്കെ, അത് സമ്മതിച്ചു. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് ഞാൻ പോട്ടെ എന്നാല. അപ്പോ റിലേറ്റീവ് ക്ലോസ് എന്താന്ന് ജസ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ പഠിക്കണമെന്നൊന്നും ഇല്ല. ഇപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അല്ലെ എന്താണ് റിലേറ്റീവ് ക്ലോസ് എന്നുള്ളതും അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് ദാറ്റ് ക്ലോസ് അല്ലെ? ആ റിലേറ്റീവ് ക്ലോസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഒരു എന്തായാലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും? അപ്പൊ ആ ഒരു ഇത് നിങ്ങളുടെ മക്കള് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ റിലേറ്റീവ് ക്ലോസ് എന്ന്, അമ്മ എന്താ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം അല്ലെ? അപ്പോ അതപ്പോ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ലെ? അടുത്ത ആള് നമ്മുടെ അഡ്ജക്റ്റീവ് ആണെന്നറിയാലോ. നമ്മൾ പഠിച്ചത് നമ്മള് പ്രോനൗൺ കംപ്ലീറ്റ് ചെയ്തു. പ്രോനൗണിന്റെ 8 ടൈപ്പ് പ്രോനൗൺസ് നമ്മള് കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു 8 ടൈപ്പ് പ്രോനൗൺസ്? ഓർമ്മയുണ്ടോ? 8 പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. പേഴ്സണൽ പ്രോനൗൺ എന്നത് ഓർമ്മയുണ്ടോ? Possessive pronoun, reflexive pronoun, demonstrative, reciprocal, പ്രോനൗൺ അല്ലെ? integrative, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അല്ലെ? ഇതെല്ലാം അല്ലെ? പ്രോനൗൺ ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല എന്താണ് അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ? ഐഡിയ ഉണ്ടോ? മറന്നുപോയോ? അല്ലെങ്കിൽ എന്നാലും നമ്മുടെ ജീവിതമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വേണം ഇതൊക്കെ പഠിക്കാനായിട്ട്. ശരിക്കും അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഓർത്തിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും എന്ത് ചെയ്യും, ഒരു പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമായിട്ട് കഴിയുമ്പോൾ അത് അവിടെ നമ്മൾ മാറ്റി വെക്കും കേട്ടോ. ഇതുകൊണ്ടാണ് അപ്പോ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റും എന്തായാലും. അപ്പോ അഡ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾക്കറിയാം അല്ലെ? അഡ്ജക്റ്റീവ് എന്താണ്? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെ? നാമത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. നാമത്തെ വിശേഷിപ്പിക്കുക അല്ലെ?
അപ്പോ നമ്മള് പണ്ടൊരു ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം. കേട്ടിട്ടുണ്ടോ നിങ്ങള്? യെസ് മാം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം അല്ലെ? എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മുഖത്തെ ആരുമായിട്ട് ഉപമിച്ചിരിക്കുന്നു? ആ നാമത്തെ എന്താണ്? ചന്ദ്രനെ പോലെ ചന്ദ്രനെ പോലെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ? ആ നാമത്തെ എന്ത് ചെയ്യുന്നു? വിശേഷിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ നാമത്തിനോട് പ്രത്യേക ഒരു ക്വാളിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്വാളിറ്റി, നാമത്തിന്റെ ക്വാളിറ്റി അല്ലെ? ഇവിടെ നാമമായിട്ടുള്ള മന്നവേന്ദ്രനെ ആരുമായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? ചന്ദ്രനുമായിട്ട് ഉപമിച്ചിരിക്കുന്നു അല്ലെ? ചന്ദ്രന്റെ ആ തെളിച്ചം അല്ലെ? ആ തെളിച്ചം ആർക്കുണ്ടെന്നാ പറയുന്നത്? രാജാവിന്റെ മുഖത്തുണ്ടെന്നാണ് പറയുന്നത് അല്ലെ? കളിയാക്കിയതാണോ എന്ന് നമുക്കറിയില്ല അല്ലെ? ചന്ദ്രന്റെ ആ ഉപരിതലം എങ്ങനെയാ? ഭംഗിയൊക്കെയാണ് അല്ലെ? കുണ്ടും കുഴിയൊക്കെ ഉണ്ട് അല്ലെ? ഒരർത്ഥത്തിൽ അങ്ങനെയും ആകാം അല്ലെ? അത് കവിയുടെ ഭാവന പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അല്ലെ, നമ്മള് ഉപമ, സിമിലി അല്ലെ, മെറ്റഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മള് പഠിപ്പിച്ച് ആരെങ്കിലും ഒക്കെ ടീച്ചേഴ്സ് ഉണ്ടാവുന്നില്ല അല്ലെ? പഠിപ്പിക്കും. മറ്റു ഭാഷകളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിപ്പിച്ചതിന് ചിലപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നാമത്തെ വിശേഷിപ്പിക്കുക, അതായത് ആ നാമത്തെ അല്ലെ, ഡിസ്ക്രൈബ് ദാറ്റ് നൗൺ അല്ലെ, ഡിസ്ക്രൈബ് ദാറ്റ് നൗൺ or modify that noun അല്ലെ? ആ നൗണിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രൈബ് ദാറ്റ് നൗൺ ഓർ മോഡിഫൈ ദാറ്റ് നൗൺ അല്ലെ? ആ എന്താണ് നൗണിനെ വിശേഷിപ്പിക്കുകയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യുകയാണ് അല്ലെ? ഇപ്പൊ ഒരു റോസാപ്പൂവ് എന്ന് പറയും, അതെന്താണ്? ഈ റോസാപ്പൂ എന്ന് പറയുന്നത് എന്താണ്? റോസ് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ് അല്ലെ? ഒരു നൗണാണ് അല്ലെ? ഒരു നാമം. അതിന്റെ കൂടെ ഞാൻ ആ റോസാപ്പൂ അല്ലെ, പല കളറിലുള്ള റോസാപ്പൂവുകൾ ഉണ്ട് അല്ലെ, അതില് ഞാൻ പറയുന്നത് ചുവന്ന റോസാപ്പൂവാണെന്ന് പറയുമ്പോൾ ആ റോസാപ്പൂവിന്റെ എന്താണ് ഞാൻ അവിടെ കാണിച്ചത്? അതിന്റെ ക്വാളിറ്റിയാണ് അവിടെ ഡിഫൈൻ ചെയ്തത് അല്ലെ? എങ്ങനെയുള്ളതാണ്? ക്വാളിറ്റി അല്ലെ? അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെ? അതിന്റെ നിറം എന്താണ്? ചുവപ്പാണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ആ റോസാപ്പൂവിന് ചുവന്ന കളറാണെന്ന് മനസ്സിലായി. അപ്പോ റെഡ് റോസസ്, റെഡ് റോസ് ഫ്ലവർ അല്ലെ? റെഡ് റോസ് ഫ്ലവർ. അപ്പോ ഇവിടെ റോസാ പുഷ്പത്തെ നമ്മൾ എന്ത് വിശേഷിപ്പിച്ചു? എന്തെന്ന് വിശേഷിപ്പിച്ചു? ചുവപ്പെന്ന് വിശേഷിപ്പിച്ചു. ചുവന്ന റോസാപ്പൂ എന്ന് നമ്മള് വിശേഷിപ്പിച്ചു അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഹാൻസം ബോയ് അല്ലെ? ഹാൻസം ബോയ് അല്ലെ? ആ ആൺകുട്ടിയെ നമ്മൾ എന്ത് വിശേഷിപ്പിച്ചു? ഹാൻസം എന്ന് വിശേഷിപ്പിച്ചു അല്ലെ? സുന്ദരനായ ആൺകുട്ടി അല്ലെ? അല്ലെങ്കിൽ പ്രറ്റി ഗേൾ അല്ലെ? സുന്ദരിയായ പെൺകുട്ടി എന്ന് നമ്മള് വളരെ പ്രറ്റിയായ അല്ലെ, അല്ലെങ്കിൽ ക്യൂട്ട് ഗേൾ അല്ലെ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെൺകുട്ടി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിശേഷിപ്പിക്കുന്നു അല്ലെ? ആ നാമത്തെ നമ്മള് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടോ? ഇല്ല മാം. ഓക്കെ ആണെങ്കിൽ തമ്പിട് കേട്ടോ. ഇനി നൗണിന്റെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നും പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നും നമുക്ക് അഡ്ജക്റ്റീവിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ആട്രിബ്യൂട്ടീവ്
അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നും പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നും രണ്ടായിട്ട് നമ്മൾക്ക് അതിനെ തരംതിരിക്കാം. എന്നാൽ ഫസ്റ്റത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ നൗണിന് തൊട്ട് മുന്നിലാണ് അഡ്ജക്റ്റീവ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നൗണിന് തൊട്ട് മുന്നിലായിട്ട് എന്ത് ചേർക്കുന്നു? അഡ്ജക്റ്റീവ് ആണെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. ഗുഡ് ബോയ്, നല്ല ആൺകുട്ടി അല്ലെ, ഗുഡ് ബോയ്. ആ ഗുഡ് എന്നുള്ളത് എന്തിനു മുന്നിൽ വന്നിരിക്കുന്നു? നൗണിന് മുന്നില് വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണത്? എന്ത് അഡ്ജക്റ്റീവ് ആണ്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. ഇനി മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പ്രിയ പോളെ ഒരു ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ ഒരു അഡ്ജക്റ്റീവിന് ഒരു ഉദാഹരണം പറഞ്ഞേ. ഗുഡ്. എന്താണ്? ആൻസർ പറഞ്ഞ പോലെ തന്നെ വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ പറഞ്ഞാ മതിയാ? ഒരു നൗണും വേണം, അതിന്റെ മുന്നിലെ അഡ്ജക്റ്റീവും വേണം. അങ്ങനെ പറഞ്ഞോളൂ. പെട്ടെന്ന് കിട്ടണില്ലേ? മാം പറയട്ടെ. പറഞ്ഞോളൂ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. പ്രിയ മനസ്സിലായോ? ബ്യൂട്ടിഫുൾ അതായത് ഗുഡ് പേഴ്സൺ, അതായത് ക്വാളിറ്റി വരുന്നതല്ലേ. ബ്യൂട്ടി പ്രിറ്റി, ഹാൻസം, ബ്യൂട്ടി അങ്ങനെയൊക്കെ പറയണതിനല്ലേ മിസ് ഉദ്ദേശിച്ചത്? അല്ലെ. അപ്പോ നൗൺ എന്താണ്? ഗേൾ അല്ലേ നൗൺ അല്ലേ പ്രിയ? ഇതിന് തൊട്ടു മുന്നിലായിട്ട് എന്ത് വന്നിരിക്കുന്നു? ആര് വന്നു? വന്നു അല്ലേ. അപ്പോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ബ്യൂട്ടി ഗേൾ എന്ന് പറയണേല് ബ്യൂട്ടി പറഞ്ഞതിന്റെ അവിടെയാണ് അഡ്ജക്റ്റീവ് വരുന്നത്. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അതിന് ശേഷം എന്ത് വരും? നൗൺ വരും കേട്ടോ. നോൺ വരും. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞോ പ്രിയ. പ്രിയക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞോ. അങ്ങനെ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, ഒരു എക്സാമ്പിൾ ശരിയാണ് അല്ലെ. പിന്നെ ലാർജ് പ്ലാന്റ് എന്നൊക്കെ പറയാം അല്ലെ. ലാർജ് പ്ലാന്റ് അല്ലെ, എന്ത് വലിയ അല്ലെ. ലാർജ് പ്ലാന്റ് അല്ലെ. ലാർജ് എന്തിരിക്കുന്നു? അഡ്ജക്റ്റീവ് മുന്നിൽ വന്നിരിക്കുന്നു, നൗൺ വന്നിരിക്കുന്നു അല്ലെ. ഓൾഡ് മാൻ അല്ലെ, അഡ്ജക്റ്റീവ് മുന്നിൽ വന്നിരിക്കുന്നു, നൗൺ പിന്നീട് വന്നിരിക്കുന്നു അല്ലെ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ആട്രിബ്യൂട്ടീവ് മാറിപ്പോലെ. ഇനി പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിലേക്കാണ് നമ്മൾ പോണത് അല്ലെ. നാമത്തിന് പകരം ക്രിയാപദത്തോട് ചേർത്ത്, ക്രിയ എന്ന് പറയുമ്പോ വെർബ് അല്ലെ, നാമത്തിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നൗൺ ഒരു മിനിറ്റ് കേട്ടോ, 1 minute. മക്കളെ ഞാനിപ്പോ വരാം കേട്ടോ മക്കളെ, ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാവരും ഹലോ, ഈ ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവിനകത്ത് വരുന്നതല്ലേ രാജു ഇസ് എ ബ്രവ് ബോയ് എന്നുള്ളത്? അതിനകത്ത് ബ്രവ് വരുന്ന കാരണം അത് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് അല്ലേ? പറഞ്ഞത് ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഒന്ന് പറയോ? അട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് അല്ലേ ഇപ്പൊ മാം പറഞ്ഞേ? അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചതാണ്. രാജു ഇസ് എ ബ്രവ് ബോയ് എന്നുള്ളത്
അതിനകത്ത് ബ്രവ് വരുന്ന കാരണം ആ സെന്റൻസ് അട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ. അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളെ വിശേഷിപ്പിക്കാനൊക്കെ ആയിട്ട് പറയില്ലേ, ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞത്, കൂടിയത്, കാണാൻ ഭംഗിയുള്ളത്, ഇല്ല അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഇതിന് മാം നാമവിശേഷണം. ഡെഫിനിഷൻ അതാണ് പറഞ്ഞോ? adjective. പിന്നെ രണ്ടാമത് മിസ് പറഞ്ഞ പ്രെഡിക്കേറ്റീവ് എന്ന് പറയുന്നത് അപ്പം അവന് നാമത്തിന് സ്പീഡിൽ പകരം ഓടാൻ കഴിയും അങ്ങനെയൊക്കെ പറയില്ലേ, വെർബിന് മുമ്പ് ചേർക്കത്തില്ലേ. ഐ തിങ്ക് അതാന്ന് തോന്നുന്നത് നമ്മൾ വെർബിന് മുമ്പ് ചേർക്കുന്നതാണ്, അങ്ങനെ ചേർക്കുന്ന വിശേഷണമാണെന്ന് തോന്നുന്നു. ക്രിയാവിശേഷണം എന്നാണ് തോന്നുന്നതിന് പറയാം. നാമത്തിന് പകരമായിട്ട് ഈ ഉപയോഗിക്കുന്നത് പറഞ്ഞത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ? നാമവിശേഷണമാണ്. അതെ അതാണ് തോന്നുന്നോട്ടെ, എനിക്കറിയില്ല. ഇപ്പൊ പറഞ്ഞത് ഈ നാമത്തെ എന്തിനെങ്കിലും നമ്മൾ വിശേഷിപ്പിക്കുന്ന നാമത്തിന് ഡിഫൈൻ പകരം ചെയ്യുന്നതിനാന്ന് വെർബ് തോന്നുന്നു കേട്ടോ. ഉപയോഗിക്കുന്നു എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാന്ന് നാമത്തിന് തോന്നുന്നു, പകരം കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇതിന് ഇതായില്ല. മാമ ഡെഫിനിഷൻ തന്നോ? ഇല്ലല്ലോ. ഇല്ല അതിനു മുമ്പേ പോയില്ലേ. ഓക്കെ ഡെഫിനിഷൻ തന്നിട്ടില്ലല്ലോ. ഹലോ ഹലോ മോനെ മക്കളെ, നമ്മുടെ രമ്യ ടീച്ചർക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നു കേട്ടോ. അതുകൊണ്ടാ ടീച്ചർക്കേ പെട്ടെന്നൊരു വയ്യായിക തലയിറങ്ങിയതാണ്, തലയിറക്കം പെട്ടെന്ന് തലയിറങ്ങി വീണട്ടെ ടീച്ചർ അങ്ങോട്ട് പോയി. അപ്പൊ എല്ലാവരും ഒന്ന് ഇന്ന് വേറെ ക്ലാസ് ആരുടെയാ? ശരണ്യ മാമിന്റെ. ഒന്ന് നിങ്ങള് ഇവിടെ തന്നെ ഒന്ന് സ്റ്റേ ചെയ്തോളൂ കേട്ടോ. ആരും ലീവ് ചെയ്ത് പോകല്ലേ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോളാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.